അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ഭാഗം 3. ടെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ടെക്സ്റ്റ് അതിൻ്റെ ടൈറ്റിൽ ദുറൂസുൽ ലഗത്തുൽ അറബിയ്യ ലി ഗൈരി നാത്തിഖീന ബിഹ എന്നായിരിക്കണം. അതേപോലെ അതിൻ്റെ ഓദർ ഡോക്ടർ വി അബ്ദുറഹീമും ആയിരിക്കണം. ഇവിടെ ഞാൻ വ്യത്യസ്ത പ്രസിദ്ധീകരണാലയങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോപ്പികളുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ അറബിക് ടൈറ്റിലില്ല, ഇംഗ്ലീഷ് ടൈറ്റിലാണുള്ളത്. മദീന അറബിക് റീഡർ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഇത് നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലെ അറബി പുസ്തകശാലകളിൽ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഇന്ത്യയിലെ അഡ്രസ്സിലേക്ക് ഇതിൻ്റെ ദുറൂസുൽ ലഗത്തുൽ അറബിയ്യ ലി ഗൈരി നാത്തിഖീന ബിഹ പാർട്ട് 1 100 രൂപയാണ് അതിൻ്റെ വില. ഞങ്ങൾ അത് പോസ്റ്റൽ വഴി അയച്ചു തരും. അതല്ല ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കൊറിയർ ചാർജ്, ആ രാഷ്ട്രത്തിലേക്കുള്ള കൊറിയർ ചാർജ് അല്ലെങ്കിൽ പോസ്റ്റൽ ചാർജ് കൂടി നിങ്ങൾ അടച്ചാൽ മതി. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള 2 പദങ്ങൾ, അതേപോലെ ഉത്തരം പറയുമ്പോൾ ഉപയോഗിക്കുന്ന 2 പദങ്ങൾ. കഴിഞ്ഞ ദിവസം നാം പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ നാം പഠിച്ച 10 നാമങ്ങളാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ പിക്ചർ. നാം ഇത് കാണിച്ചുകൊണ്ട് ഇത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. എന്താണ് എന്നതിൻ്റെ പദം മാ എന്നാണ്. മാ, വാട്ട്, മാ, എന്ത്. മാ ഹാദ, ഇതെന്താണ്. മാ ഹാദ, ഇതെന്താണ്. അപ്പം നിങ്ങൾ നേരത്തെ പഠിച്ചത് പ്രകാരം മറുപടി ഉടൻ തന്നെ പറയുക. ഞാൻ മറുപടി പറയുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞ മറുപടി ശരിയാണോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താം. ഹാസ ബൈത്തുൻ, ഹാസ ബൈത്തുൻ. അടുത്ത ചോദ്യം, ഹാസ ബൈത്തുൻ. ആ എന്ന ഒറ്റ അക്ഷരം ഉപയോഗിച്ചാൽ ആണോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന അർത്ഥം കിട്ടും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ എന്നത് ഒരു അക്ഷരമാണ്. ഈ ഒരു അക്ഷരം ഒരു ആശയം നൽകുന്നുണ്ട്. അപ്പോൾ ഒരാശയം നൽകുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പദമായി എണ്ണാറില്ല. ഇംഗ്ലീഷിൽ ദിസ് ഈസ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു പദമായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. എന്നാൽ അറബിയിൽ ഒറ്റ അക്ഷരമുള്ളത് തൊട്ടടുത്ത നാമത്തോടൊപ്പം ചേർന്നേ വരൂ. അപ്പോൾ അതുകൂടി ചേർന്ന് വേറൊരു പദമായിട്ടാണ് വരിക. അപ്പോൾ ഹാസ എന്നത് ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു പദമാണ്. അതിൻ്റെ കൂടെ ആ കൂടി ചേർന്ന് മറ്റൊരു പദമായി മാറുകയാണ് ചെയ്യുന്നത്. ഹാസ, ഇത് ആണോ. ആണോ അല്ലെങ്കിൽ ഉണ്ടോ. ഹാസ, ഇത്. ഹാസ ബൈത്തുൻ, ഇതൊരു വീടാണോ. ഞാൻ പറഞ്ഞു വരൂ എന്നതിന് പ്രത്യേകം പദം ആവശ്യമില്ല. ഹാസ ബൈത്തുൻ, ഇതൊരു വീടാണോ. എന്താ മറുപടി നിങ്ങളുടെ. നഅം ഹാസ ബൈത്തുൻ. അപ്പോൾ നഅം, യെസ്, അതെ. നഅം, അതെ. നഅം ഹാസ ബൈത്തുൻ. അപ്പോൾ മാ, എന്ത്. മാ ഹാസ, ഇതെന്താണ്. ഹാസ ബൈത്തുൻ, ഇതൊരു വീടാണ്. ഹാസ ബൈത്തുൻ, ആണോ. ഹാസ ബൈത്തുൻ, ഇതൊരു വീടാണോ. നഅം ഹാസ ബൈത്തുൻ, അതെ, ഇതൊരു വീടാണ്. പുതിയൊരു പദം കൂടി പഠിക്കുകയാണ്. അതിന് ഞാൻ ആദ്യം ചോദ്യം ചോദിക്കാം. മാ ഹാസ, ഇതെന്താണ്. മാ ഹാസ, ഇതെന്താണ്. ഹാസ ഖമീസുൻ, ഹാസ ഖമീസുൻ, ഇതൊരു ഷർട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷേ പുതിയൊരു പദം ഖമീസുൻ. ഹാസ ഖമീസുൻ. അടുത്ത ചോദ്യം, ഹാസ സരീറുൻ. ഹാസ സരീറുൻ, ഇതൊരു കട്ടിലാണോ. ആണോ. ഹാസ സരീറുൻ, ഇതൊരു കട്ടിലാണോ. ലാ ഹാസ കുർസിയുൻ, അല്ല, ഇതൊരു കസേരയാണ്. ലാ ഹാസ കുർസിയുൻ, അല്ല, ഇതൊരു കസേരയാണ്. അപ്പോൾ അതെ എന്ന് പറയാനും പഠിച്ചു, അല്ല എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണ് എന്ന് തിരുത്തി പറയാനും പഠിച്ചു. തിരുത്തി പറയുന്നത് ഇപ്രകാരമാണ്. ചോദ്യം, ഹാസ സരീറുൻ, ഇതൊരു കട്ടിലാണോ. മറുപടി, ലാ ഹാസ കുർസിയുൻ, അല്ല, ഇതൊരു കസേരയാണ്. അപ്പോൾ ലാ എന്ന് പറയുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ട്, ഒരു കോമ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ അത് സംസാരിക്കുമ്പോൾ കേൾവിക്കാരന് ആ ബ്രേക്ക് അല്ലെങ്കിൽ ആ ഇടവേള ശ്രദ്ധയിൽപ്പെടണം. ലാ ഹദ കുർസിയുൻ, അല്ല ഇതൊരു കസേരയാണ്. അഹദ മിഫ്താഹുൻ, ഇതൊരു താക്കോലാണോ? അഹദ മിഫ്താഹുൻ, ഇതൊരു താക്കോലാണോ? ഒന്ന് കറക്റ്റായി പറയുക. ലാ ഹദ ഖലമുൻ, അല്ല ഇതൊരു പേനയാണ്. അടുത്ത പുതിയൊരു പദം മ ഹദ, ഇതെന്താണ്? മ ഹദ, ഇതെന്താണ്? ഹദ നജ്മുൻ, ഇതൊരു നക്ഷത്രമാണ്. ഹദ നജ്മുൻ, ഇതൊരു സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിലിം സ്റ്റാറുണ്ട്, സ്പോർട്സ് സ്റ്റാറുണ്ട്, അതേപോലത്തെ സ്റ്റാറുണ്ട്, 5 സ്റ്റാർ ഹോട്ടലുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്റ്റാർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ, ഇംഗ്ലീഷിൽ സ്റ്റാർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അറബിയിൽ നജ്മുൻ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർ എന്ന് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഹദ നജ്മുൻ, ഇതൊരു സ്റ്റാറാണ്, അല്ലെങ്കിൽ ഹദ നജ്മുൻ, ഇതൊരു നക്ഷത്രമാണ്. ഇനി നാം പഠിച്ച ഈ നേരത്തെ പഠിച്ച 10 നാമങ്ങളും ഇന്ന് പുതുതായിട്ട് പഠിച്ച ഖമീസുൻ, നജ്മുൻ അടക്കം 12 നാമങ്ങൾ, പിന്നെ 2 ചോദ്യപദം, 2 ഉത്തരം പറയുമ്പോൾ ഉപയോഗിക്കുന്ന 2 പദങ്ങൾ, ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സർസൈസാണ്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ പറയുക. എന്നിട്ട് ഞാൻ ഇടവേള കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയായിരുന്നോ എന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ما هذا؟ هذا مفتاح. ما هذا؟ هذا كتاب. ما هذا؟ هذا قلم. ما هذا؟ هذا باب. ما هذا؟ هذا بيت. ما هذا؟ هذا كرسي. أهذا بيت؟ لا، هذا مسجد. أهذا مفتاح؟ لا، هذا قلم. أهذا قميص؟ نعم، هذا قميص. أهذا نجم؟ نعم، هذا نجم. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്നത് ഫത്ഹ്, കസ്ർ, ലമ്മ് ഇവ ഇല്ലാതെ വായിക്കാനാണ് നാം പഠിക്കുന്നത്. അപ്പോൾ പാഠപുസ്തകത്തിൽ ആദ്യ പ്രാവശ്യം ഒരു നാമം അല്ലെങ്കിൽ ഒരു പദം വരുമ്പോൾ അതിനെ ഫത്ഹ്, കസ്ർ, ലമ്മ് ഇവ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് ഒരു പ്രാവശ്യം നാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടത് ഹർക്കത്തുകളില്ലാതെ അല്ലെങ്കിൽ ഫത്ഹ്, കസ്ർ, സ്വരചിഹ്നങ്ങളില്ലാതെ പ്രിൻ്റ് ചെയ്താൽ വായിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ വായിക്കാൻ ശീലിക്കണം. ഇപ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇതെന്ത് വായിക്കും? ഇപ്പം ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് വായിക്കുക. ഞാൻ വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്താം. ഹസ മക്തബുൻ, ഹസ മസ്ജിദുൻ, ഹസ ഖലമുൻ, ഹസ സരീറുൻ. മാ ഹസ? ഹസ കുർസിയുൻ. أهذا بيت؟ لا، هذا مسجد. ما هذا؟ هذا مسجد. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ 12 നാമങ്ങളും 2 ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന 2 പദങ്ങളും അതേപോലെ ഉത്തരം പറയാൻ ഉപയോഗിക്കുന്ന 2 പദങ്ങളും അടക്കം 16
പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ പഠിച്ച പദങ്ങൾ നമ്മൾ ഇന്ന് മുതൽ തന്നെ വീട്ടിലും നാട്ടിലും നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മൾ എവിടെയൊക്കെ ഇടപഴകുന്നു അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ പൂർണ്ണമായും മലയാളമല്ലല്ലോ സംസാരിക്കുന്നത്. ഞാൻ റോഡിലൂടെ പോയി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. ബസ് വന്നപ്പോൾ കൈ കാണിച്ചു, അവർ സ്റ്റോപ്പ് ചെയ്തില്ല, അപ്പോൾ വിട്ടുപോയി. ഞാൻ അതിൻ്റെ ബേക്കിലൂടെ ഓടിപ്പോയി. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ മലയാളവും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അറബി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കറിയുന്ന പദങ്ങൾ അറബി സംസാരിക്കുക, അറബി ഉപയോഗിക്കുക. നന്നേ ചുരുങ്ങിയത് നമ്മോടൊപ്പം പഠിക്കുന്നവരിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറബി സംസാരിക്കാൻ കഴിയും. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.